നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും ആഘോഷം കൂടിയാകണം ക്രിസ്മസ് എന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ക്രിസ്തുവിന്റെ ത്യാഗപൂർണമായ ജീവിതത്തെ ഓർക്കാനും നമ്മുടെ ആധ്യാത്മിക പുരോഗതി വിലയിരുത്താനുമുള്ള അവസരം കൂടിയായി വിനിയോഗിക്കുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമാവുകയുള്ളൂ എന്നും അമ്മ ക്രിസ്മസ് ദിന സന്ദേശത്തിൽ പറഞ്ഞു. മഹാത്മാക്കളുടെ കാരുണ്യമാണ് ഭൂമിയിൽ മനുഷ്യർക്ക് താങ്ങും തണലുമാകുന്നത്. മനുഷ്യ മനസ്സുകളിൽ അവർ പ്രേമത്തിന്റെ സൗന്ദര്യം കൊണ്ടുവരുന്നു, ശാന്തിയുടെ സുഗന്ധം പരത്തുന്നു. അത്തരമൊരു മഹത്തായ ജീവിതത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ് എന്നും അമ്മ ചൂണ്ടിക്കാട്ടി. മഹാത്മാക്കളുടെ കാരണമാണ് ഈ ഭൂമിക്കും മനുഷ്യർക്കും എന്നും താങ്ങും തണലുമായി ഇരിക്കുന്നത്. വസന്തം എന്ന പോലെ മനുഷ്യ മനസ്സുകളിൽ അവർ പ്രേമത്തിന്റെ സൗന്ദര്യം കൊണ്ടുവരുന്നു, ശാന്തിയുടെ സുഗന്ധം പരത്തുന്നു. അത്തരം ഒരു മഹത്തായ ജീവിതത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. എന്നാൽ ബാഹ്യമായ ആഘോഷങ്ങളും അലങ്കാരവുമല്ല പ്രധാനം, മറിച്ച് അതിന്റെ പിന്നിലെ മൂല്യങ്ങളും ആധ്യാത്മികത്വങ്ങളുമാണ്. ക്രിസ്മസ് കഴിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പൊതുവെ പറയാറുള്ളത് കുടുംബങ്ങളൊത്തുള്ള ആഘോഷങ്ങളുടെയും പങ്കുവെച്ച വിശേഷപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളുടെയും കിട്ടിയതും കൈമാറിയതുമായ സമ്മാനങ്ങളുടെയും കാര്യമാണ്. എത്ര കണ്ട് കൂടുതലായി ആത്മീയ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചു എന്നൊന്നും പറഞ്ഞു കേൾക്കാറില്ല. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ അതാകുമായിരുന്നു ശരിയായ ക്രിസ്മസ്. നമ്മൾ കുടികൊള്ളുന്ന ഈശ്വരനെ പ്രകാശിപ്പിക്കുന്ന വിധം നന്മ നിറഞ്ഞതാകണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും. ആഘോഷങ്ങളും ആഹ്ലാദം പങ്കുവയ്ക്കലും ഒന്നും വേണ്ടെന്നല്ല അമ്മ പറയുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ ത്യാഗപൂർണമായ ജീവിതം ഓർക്കാനും നമ്മുടെ ആധ്യാത്മിക പുരോഗതി വിലയിരുത്താനുമുള്ള അവസരം കൂടിയാകുമ്പോൾ മാത്രമാണ് ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നത്. നമ്മളിലെ സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥതയും ആഘോഷമാകണം ക്രിസ്മസ്. എടുക്കുമ്പോഴല്ല കൊടുക്കുമ്പോഴാണ്, ദേഷിക്കുമ്പോഴല്ല സ്നേഹിക്കുമ്പോഴാണ് ഹൃദയപുഷ്പം പടരുന്നത്. എവിടെ ദുഃഖവും ദുരിതവും കാണുന്നുവോ അവിടെ ആശ്വാസമായി നമ്മുടെ കൈകളിൽ എത്തുന്നെങ്കിൽ, എവിടെ എറുപ്പും വിദ്വേഷവും പുകയുന്നുവോ അവിടെ സ്നേഹത്തിന്റെ മധുരം വിളമ്പാനായി നമ്മുടെ നാവും ചലിക്കുന്നുവെങ്കിൽ അവിടെ സ്വർഗം ഭൂമിയിൽ തന്നെ, അവിടെ ഈശ്വരസാന്നിധ്യം നമ്മൾ അറിയുന്നു. ക്രിസ്മസ് ദിനത്തിൽ ഈ ബോധത്തെയാണ് നമ്മൾ ഉണർത്തേണ്ടത്. പുനർജന്മം അവരുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഭാഗത്തും പുറത്തും നമുക്ക് സ്വർഗരാജ്യം സൃഷ്ടിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള മനസ്സ് കിട്ടാൻ കൃപ പൊന്നുമക്കളെല്ലാം അനുഗ്രഹിക്കും.